ഹലോ പ്രിയമുള്ളവരെ, ഇത് കണ്ടോ, ഇന്ന് രാവിലെ പണിക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് സ്റ്റാർട്ടാവണില്ല. അപ്പോൾ ഇത് അയച്ചു നോക്കുമ്പോൾ ഡ്രം ആടിയിട്ടില്ല, അത് സ്റ്റാർട്ടാവാതെ വെക്കൂലല്ലോ. ഡ്രം ആടിയെന്ന് എഴുതിയിട്ട് സ്റ്റാർട്ടാവാതെ വെക്കൂല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് അയച്ചു നോക്കണം. അപ്പോൾ കണ്ടോ, അതിൻ്റെ സൈലൻസറിൻ്റെ പാക്കിങ്ങുകളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്റ്റൺ കണ്ടോ, അത് കണ്ടോ, പിസ്റ്റനാകെ മാന്തി ചൊറിഞ്ഞ വില വീണിട്ടുണ്ട്. അപ്പോൾ വില വീണിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ സിലിണ്ടറും മാറ്റേണ്ടി വരും. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഇത് കഴിച്ച് ഒഴിവാക്കിയിട്ട് പുതിയ സിലിണ്ടർ കൊടുത്തിട്ട് ഞാൻ ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. സിലിണ്ടർ മാറ്റിയിട്ട് ഇന്നത്തെ പണി ഏതായാലും പോയി. അപ്പോൾ ഇനി നാളത്തേക്കെങ്കിലും ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കൊടുന്ന് ഇതുപോലെ തുടച്ചൊക്കെ വൃത്തിയാക്കി ഒരു പേപ്പറിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് പെട്രോളൊക്കെ പാടത്തെ കഴുകി പാടത്തെ ക്ലിയർ ആക്കിയിട്ട് വേണം. കണ്ടോ, ഇതാണ് പുതിയ സിലിണ്ടറും പിസ്റ്റനും. ഇതിൽ ഇങ്ങനെ ഇത് വരവില്ല. എന്തായാലും ഇതിൽ സിലിണ്ടറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ പാക്കിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കിട്ടലില്ല, എപ്പോഴേലൊക്കെ കിട്ടുള്ളൂ പാക്കിങ്ങൊക്കെ. അപ്പോൾ ഇത് അവരെടുത്ത് ഒഴിവാക്കണത് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടലില്ല. ഇന്ന് നമുക്ക് വാങ്ങുമ്പോൾ ഇതുണ്ടോ, ഇത് അതിൻ്റെ ലോക്കുണ്ട്, അതൊക്കെ ആദിക്കാനുണ്ട്. എന്താണ്, ഇതാണ് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ പിസ്റ്റം. ഇതുണ്ടോ, ഇതാണ് പിസ്റ്റം എന്ന് പറയുന്ന സാധനം. പിന്നെ ഞാനിത് നന്നാക്കി പഠിച്ച ആളൊന്നുമല്ല. ഞാനൊരു 10-20 വർഷമായിട്ട് ഈ പുല്ല് വെട്ടുന്ന മെഷീന് എൻ്റെ മെഷീൻ ഞാൻ തന്നെ അയച്ച് പണിയെടുക്കൽ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരതും എൻ്റെ അയൽവാസികൾക്കൊക്കെ ഞാൻ അയച്ച് പണിയെടുത്ത് കൊടുക്കലുണ്ട്. അങ്ങനെ പഠിച്ചതാണ് ഞാൻ, അല്ലാതെ കടയിൽ എവിടെ നിന്ന് പഠിച്ചൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ടാവും പറയുമ്പോൾ, ഇതിൻ്റെ പേരുകളൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ക്രൂ വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇതുവരെ ഒരൊറ്റ പ്രാവശ്യം സ്ക്രൂ ഒന്നും കിട്ടലില്ല. പാക്കിങ് എപ്പോഴെങ്കിലുമൊക്കെ വരവിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതുണ്ടോ, ഇതിൻ്റെ ലോക്കാണ് കിടക്കണ ചെറിയ 2 റിങ് ഉണ്ടോ അത്. അതുപോലെ തന്നെ ഇതിപ്പോൾ വരുന്ന 2 റിങ്സ് ഉണ്ട്. ഇത് നമ്മൾ ഇടുമ്പോൾ നല്ല ശ്രദ്ധിച്ചിടണം. പിന്നെ എൻ്റെ കയ്യുമ്മൽ കുറേ ഗ്രീസ് കരികളൊക്കെ ഉണ്ട്. ഇതൊന്നും ആകരുത്. ഇത് നമ്മൾ കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇടലൊക്കെ എന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഒരുപാട് നീളം കൂടും, ലെങ്ത് ഒരുപാട് കൂടും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്പീഡ് കൂട്ടിയെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കയറ്റിയിട്ടാണ് ഈ ഭാഗത്തൊരു ലോക്കും അപ്പുറത്തെ ലോക്കും ഇട്ടാൽ ഇത് പിസ്റ്റനും ഒരു പോരുന്നതിനുള്ളൊരു താഴെ മിക്സി അടിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണ്ട. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഈ സൗണ്ട് ചിലപ്പോൾ എൻ്റെ സൗണ്ടിലേറെ താഴത്തെ സൗണ്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പം ഇന്നത്തെ പണി ഏതായാലും സ്ലിപ്പായി എന്ന് വിചാരിച്ചിട്ട് നാളെ പണിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാനിതൊന്ന് റിപ്പയർ ചെയ്ത് ഇതാക്കണതുണ്ടോ. അതാണ് നമ്മൾ അതുണ്ടോ, ഇതുപോലത്തെ അവിടെ ഈ റിങ്ങിൻ്റെ അവിടെ കണ്ട ഒരു വെട്ട് മാതിരി, ഒരു പൊട്ടിയ മാതിരി അത് കണ്ടോ. അത് ഇങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ. ഇവിടെ ഒരു പൊത പോലെ ഇതില്ല, ഞാൻ പറഞ്ഞില്ല പരിചയമൊക്കെ. ഇതിൻ്റെ പേരുകളൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് ശരിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല. എന്തായാലും ഇതൊക്കെ വാങ്ങി ഞാൻ പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കാറുണ്ട്. പേരിലൊന്നും വലിയ കഥയല്ല. നമ്മളിത് വാങ്ങുക, ഉടനെ ഇതുപോലെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂലി കൊടുത്താൽ നമുക്ക് സാധനം വാങ്ങുന്നതിലേറെ ചില സ്ഥലത്ത്, എല്ലാവരെയും അല്ല പറയുന്നത്, ചില കടകളിൽ കൊണ്ടു ചെല്ലുമ്പോൾ സാധനത്തിനിലേറെ നമ്മളെടുത്ത് കൂലിയാണ്, അവരെ റിപ്പയർ ചാർജാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ പഠിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പണികളെല്ലാം എല്ലാ മെഷീനും, ഈ പുല്ല് വെട്ടുന്ന എല്ലാ മെഷീനും ഞാൻ പണിയെടുക്കും. ഏത് കമ്പനീൻ്റേതായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് കമ്പനീൻ്റെ മെഷീൻ ഞാൻ തന്നെ വാങ്ങി ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണോ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇത് നമ്മൾ വെല്ലം അമർത്തി പിടിച്ചിട്ട് സിലിണ്ടർ വെല്ലം ഇറക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സിലിണ്ടർ ഇറക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന പാക്കിങ് പൊട്ടുന്നത് എല്ലാം ശ്രദ്ധിക്കണം. അങ്ങോട്ട് വരുത്തി കഴിഞ്ഞാൽ അപ്പം പൊട്ടുമല്ലോ. അതൊക്കെ അത്രേ അതിനൊക്കെ ഉറപ്പുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ. നമ്മൾ പ്ലഗ് ഫിറ്റ് ചെയ്യാണ്, സ്പാർക്ക് പ്ലഗ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഒന്ന് നോക്കാം ഇത് എന്താണ് ആവുകയെന്ന് നോക്കാം നമ്മൾ. അപ്പോൾ ഇത് നല്ല ടൈറ്റാക്കി മുറുക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ വരാൻ ചെറുതും വലുതും ഒക്കെ വരും. അപ്പോൾ നല്ലോണം ടൈറ്റാക്കിയിട്ട് വേണം ഇതിനെ നമ്മൾ ഇതുപോലെ കോയിലിൻ്റെ ഒക്കെ ഘടിപ്പിച്ച് അതിനടുത്ത്